കായലിലേക്ക് വീണ് കുമ്പളം കായലിലേക്ക് വീണുണ്ടായ അപകടത്തിന്റെ വിവരങ്ങളാണ് നവമി ദിനേശ് പങ്കുവച്ചുകൊണ്ടിരുന്നത്. നമുക്ക് നവമിയിലേക്ക് തന്നെ തിരികെ പോകണം. നവമി, ഈ തിരച്ചിലിന് അവിടെ കൂടുതലും കാണുന്നത് നാട്ടുകാരെ തന്നെയാണല്ലോ. ഫയർഫോഴ്സിന്റെ സംഘങ്ങളൊക്കെ തന്നെ അവിടെ വേണ്ടത്ര രീതിയിൽ ഏകോപിപ്പിക്കുന്നില്ലേ കാര്യങ്ങൾ? മറ്റൊന്ന്, ആ പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്കും ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ കാണുമ്പോൾ തോന്നുന്നു അത്രമാത്രം ആഴം ആ കരയോട് ചേർന്നുള്ള ഭാഗത്ത് ഇല്ല എന്നുള്ള ഒരു മട്ടിലാണല്ലോ കിടക്കുന്നത്. ചെളിയാണോ, ചെളിയിലേക്ക് പൂണ്ടുപോകുന്ന സാഹചര്യമാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒഴുക്കിൽപ്പെട്ടു പോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ടോ അവിടെ? എന്തോ ഫയർഫോഴ്സും പോലീസും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സംഭവം അറിഞ്ഞ സമയത്ത് തന്നെ അവരിവിടെ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ഏകോപനമൊക്കെ ഇവിടെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം നാട്ടുകാരും ഈ ഒരു പുഴയെപ്പറ്റി അറിയാവുന്ന നാട്ടുകാരും ഒക്കെ അവരുമായിട്ടൊക്കെ സംസാരിച്ച് ആ രീതിയിലുള്ളൊരു ഏകോപനം എന്തായാലും ഇപ്പോൾ നടക്കുന്നുണ്ട്. കൂടുതൽ ഈ മുങ്ങൽ വിദഗ്ധരെയൊക്കെ ഇവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ളൊരു തിരച്ചിൽ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പുഴയുടെ ഒരു സ്വഭാവം ഫിദയും മാതാവും ഇവിടെ എത്തിയത്. ഫിദയാണ് ഈ പുഴയിലേക്ക് ഇറങ്ങിയത്. ആ സമയത്ത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ പുഴ ഇത്രയ്ക്ക് കേറിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഫിദയ്ക്ക് ഇതിലേക്ക് നടന്ന് ഇറങ്ങി ചെന്ന് പാത്രം കഴുകുന്ന രീതിയിൽ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആണ് ഈ വെള്ളം ഇത്രയും കയറിയത്. ഇപ്പോൾ നമുക്ക് ഈ പുഴയിലേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ഇതിലേക്ക് നല്ല നവമി ദിനേശാണ് അവിടുന്ന് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഫിദയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുന്നു. ഫിദയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. അവിടെ അപകടം നിട്ടൂരിന് സമീപത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. +2 വിദ്യാർത്ഥിയായിട്ടുള്ള ഫിദ രാവിലെ ഭക്ഷണത്തിന്റെ നീക്കിയിരിപ്പും ഒപ്പം ആ പാത്രങ്ങൾക്ക് കഴുകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഉമ്മയോടൊപ്പം ആ കായലിന് സമീപമുള്ള ആ പടിക്കെട്ടിൽ ഇറങ്ങിയത്. പക്ഷേ ഒഴുകിപ്പോവുകയായിരുന്നു, കായലിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് അമ്മ പറയുന്നത്. എത്രമാത്രം അവിടെ ഒഴുക്കുണ്ടായിരുന്നു, എങ്ങനെയാണ് അതിനുള്ള സാഹചര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. എന്താണെങ്കിലും കൂടുതൽ തെരച്ചിൽ സംഘങ്ങൾ അവിടെയുണ്ട്. ഫയർഫോഴ്സും പോലീസും ചേർന്ന് അവിടെ തെരച്ചിൽ അത് പുരോഗമിക്കുകയാണ്. ഇപ്പോഴും അത് പുരോഗമിക്കുന്നു. പക്ഷേ ഇനിയും ഫിദയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കുഞ്ഞുമിടുക്കിയെ തേടിയുള്ള തെരച്ചിലാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാത്തിരിക്കുന്നു ഫിദയെ എത്രയും പെട്ടെന്ന് തിരികെ കിട്ടുന്നതിനായി. പനങ്ങാട് കുമ്പളം കായലിലാണ് ഈ അപകടം സംഭവിച്ചത്. രാവിലെ ഇത്രമാത്രം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു ഒഴുകിപ്പോകുന്ന സാഹചര്യം, കൂടുതൽ ദൂരത്തേക്ക് അങ്ങനെ ഒരു പോകാനുള്ള ഇടയില്ല എന്നുള്ള കണക്കൂട്ടലൊക്കെ ഉണ്ട്. നവമി, ഈ രാവിലെ ആ പുഴയുടെ തീരത്തോട് ചേർന്ന് വെള്ളം കുറവായിരുന്നു എന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഒരു ഒഴുകിപ്പോകാൻ സാധ്യത ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ടോ? എന്തോ അതാണ് ഇപ്പോഴൊരു ആശങ്കയായി നിൽക്കുന്നതും. കാരണം ഇവർ പറയുന്നത്, നാട്ടുകാരും അല്ലെങ്കിൽ മുങ്ങൽ വിദഗ്ധരും ഒക്കെ പറയുന്നത്, ഈ ചെളിയിലേക്ക് തന്നെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഈ നീന്തൽ അറിയാവുന്ന ഈ നാട്ടുകാരൊക്കെ ഇവിടെ എത്തി ഇവിടെ ഒരു തിരച്ചിൽ, അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് ഫിദയെ ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെ തുടർന്നാണ് ഈ ഒഴുകിപ്പോകാനുള്ളൊരു സാധ്യതയാണ് പിന്നീട് ഉണ്ടാകുന്നതെന്നാണ് അവർ പറയുന്നത്. ഇതിനെ തുടർന്ന് ഈ പുഴയുടെ ഒഴുക്ക് അനുസരിച്ചിട്ടുള്ളൊരു പരിശോധന അല്ലെങ്കിൽ ഒരു തിരച്ചിൽ അവരുടെ ഭാഗത്തു നിന്നും നടത്തുകയും ചെയ്തു. പക്ഷെ അപ്പോഴൊന്നും ഫിദയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വല വിരിച്ച്, അതായത് ഈ ഫിദ നിന്ന ഭാഗത്ത് നിന്റെ ചുറ്റുപാടുമായി വല വിരിച്ച് അത് അങ്ങനെയാണെങ്കിൽ ഈ ചെളി കിടക്കുകയാണെങ്കിൽ വല വിരിച്ചു കഴിഞ്ഞാൽ ഈ വലയിൽ കുടുങ്ങാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ മുങ്ങൽ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വല വിരിച്ചതിന് ശേഷം അവിടേക്ക് ആ രീതിയിലുള്ളൊരു തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ രാവിലെ ഫിദ ഈ പാത്രം കഴുകാൻ ഇറങ്ങിയ ഭാഗത്തൊക്കെ രാവിലെ മുതൽ തന്നെ തിരച്ചിലുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ വല വിരിച്ചു എങ്കിൽ പോലും ഇതുവരേക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു സാധ്യത ഇനി ഏതെങ്കിലും ഈ ഒഴുക്ക്, ശക്തമായ ഒഴുക്കിൽ ഫിദ ഒഴുകി പോയേക്കാം എന്നുള്ളതും സാധ്യതയും തള്ളിക്കളയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലുള്ള ഒരു പരിശോധനയും നടത്തുന്നുണ്ട്. പക്ഷേ നല്ല ഉള്ളൊഴുക്ക്, നല്ല അടിയൊഴുക്കുള്ളതിനാൽ ഈ തിരച്ചിൽ നടത്തുന്നവർക്കും ഉള്ളിലേക്ക് ഇറങ്ങുവാനോ അല്ലെങ്കിൽ അധികം ആഴത്തിലേക്ക് പോകാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇപ്പോൾ തുടരുന്നത്. വേലിയേറ്റ സമയമാണെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിയൊഴുക്കുള്ളതിനാൽ അവർക്ക് അധികം ആഴത്തിലേക്ക് പോകുവാനോ അല്ലെങ്കിൽ കൂടുതൽ
പരിശോധനയോ തിരച്ചിലോ നടത്താനോ കഴിയാത്തൊരു സാഹചര്യമാണ്. എങ്കിൽ പോലും അവരുടേതായിട്ടുള്ള ഒരു വിധത്തിൽ ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു തിരച്ചിൽ രാവിലെ മുതൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. എത്രയും വേഗം ഫിദയെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് അവരും വിശ്വസിക്കുന്നത്. ഈ സംഭവം 6:30യോടുകൂടി ഈ സംഭവം നടക്കുന്നു. ആ ഫിദ ഈ പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടേക്ക് ഇത്രയും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഫിദയ്ക്ക് ഈ പുഴയിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു കാഴ്ച ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചെളിയിലേക്ക് ഇറങ്ങിച്ചെന്നു. മുൻ പരിചയമില്ലാത്തതാണ്, ആദ്യമായിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ ഇറങ്ങുന്നതെന്ന് മാതാപിതാക്കൾ പറയുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഇത്രയും വലിയ ചെളിയാണ് അല്ലെങ്കിൽ ആഴത്തിൽ മുങ്ങിപ്പോകുമെന്ന് അറിയാതെയാണ് ആ കുട്ടി പുഴയിലേക്ക് ഇറങ്ങിയതെന്നാണ് മാതാപിതാക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. ഇവിടേക്ക് അധികം ആരും വരാത്തൊരു പ്രദേശം കൂടിയാണ്. വരുമെങ്കിൽ പോലും ഈ പുഴയിലേക്ക് ഇറങ്ങില്ല. കാരണം ഇതിന്റെ ഒരു ഘടന നല്ല ഉള്ളൊഴുക്കുണ്ട്, അല്ലെങ്കിൽ ചെളിയിൽ പൂന്തു പോകാനുള്ള ഒരു സാധ്യത ഉള്ളതിനാൽ നാട്ടുകാരൊന്നും ഇവിടേക്ക് അധികം വരാത്തത് കൂടിയാണ്. പക്ഷെ ഇവർ ഇവിടേക്ക് താമസം മാറിയിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു പുഴയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിലെ ഒരു ആഴത്തിനെ കുറിച്ചോ ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ് അവർ ഇത്തരത്തിൽ ആ കുട്ടി ഇങ്ങനെ ഇതിലേക്ക് ഇറങ്ങി ചെല്ലുകയും പിന്നീട് ചെളിയിലേക്ക് വീണതിന് ശേഷം പുഴയിലേക്ക് പോവുകയും ചെയ്തത് എന്നാണ് മാതാവ് പറയുന്നത്. ഈ സംഭവം നടന്നതിന് ശേഷം ആ സമയത്ത് തന്നെ നാട്ടുകാരൊക്കെ ഓടിക്കൂടി അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു തിരച്ചിൽ നടത്തിയെങ്കിലും ഫിദയ്ക്കായുള്ള തെരച്ചിൽ അത് പുരോഗമിക്കുകയാണ്. ഫിദയെ കണ്ടെത്താൻ കഴിയാനുള്ള ഊർജിത ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. ഫിദയെ സുരക്ഷിതയെ തന്നെ നമുക്ക് മടക്കി കിട്ടട്ടെ. പോലീസും ഫയർഫോഴ്സും ചേർന്ന് അവിടെ ഫിദയ്ക്കായുള്ള തെരച്ചിൽ നടത്തുന്നു. ആ കായലിൽ അവിടെ ആ പുഴയുടെ ഭാഗത്ത് എത്രമാത്രം ആഴമുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്താണ് ആ പുഴയുടെ സ്വഭാവം എന്നുള്ളതിൽ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. +2 വിദ്യാർത്ഥിനിയായിട്ടുള്ള ഫിദയ്ക്ക് പനങ്ങാട് കുമ്പളം കായലിലാണ് ഈ അപകടം നടന്നത്. നെട്ടൂരിന് സമീപം അവിടെ കായലിലേക്ക് വീഴാണ് ഇങ്ങനൊരു അപകടം. ഈ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒപ്പം പാത്രം കഴുകുക, ഇത് രണ്ടും ഉണ്ടായിരുന്നു ഫിദയുടെ മുന്നിലെ ലക്ഷ്യം. പക്ഷേ ഫിദ എന്ന പനങ്ങാട് സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ വലിയൊരു അപകടത്തിൽപ്പെട്ടത്. ഫിദയ്ക്കായി ഊർജിതമായി തെരച്ചിൽ നടക്കുന്നു. കായലിൽ ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ തെരച്ചിൽ നടക്കുകയാണ്. അധികം നാളായിട്ടില്ല ആ പ്രദേശത്തേക്ക് ഫിദ എത്തിയത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഫിദയ്ക്ക് ആ കായലിൻ്റെ രീതിയെപ്പറ്റി സ്വഭാവത്തെപ്പറ്റി അത്ര ബോധ്യവും വ്യക്തതയും ഇല്ലാതായി പോയത് എന്ന് വേണം കരുതാൻ. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, എന്നുള്ള ഫിദ ആ കായലിലേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ആ പ്രദേശത്ത് തന്നെയാണ്, കൂടുതൽ ദൂരത്തേക്ക് ആ തെരച്ചിൽ വ്യാപിപ്പിക്കേണ്ട സാഹചര്യമില്ല എന്ന് തോന്നുന്നു. ആ പ്രദേശത്ത് തന്നെ ഫിദയ്ക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. പനങ്ങാട് കുമ്പളം കായലിൽ +2 വിദ്യാർത്ഥി ഫിദ വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ഫിദ രാവിലെയാണ് ഉമ്മയ്ക്കൊപ്പം ഫിദയുടെ മാതാവിനൊപ്പം അവിടെ പാത്രം കഴുകാനും ഒപ്പം ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അത് അവിടെ നിക്ഷേപിക്കാനുമായി എത്തിയത്. പക്ഷേ പുഴയിലേക്ക് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാലും നാം ഈ പനങ്ങാട് കുമ്പളം കായലിൽ ആ +2 വിദ്യാർത്ഥിനി വീഴുന്ന സാഹചര്യം അത് ദൗർഭാഗ്യകരമായി പോയെങ്കിൽ പോലും ഇപ്പോൾ ആ തെരച്ചിൽ നടക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരുപാട് ദൂരത്തേക്ക് ആ തെരച്ചിൽ കൊണ്ടുപോകുന്ന സാഹചര്യം ഇല്ല എന്ന് തോന്നുന്നു. ആ പ്രദേശത്ത് തന്നെയാണോ ഊർജിതമായും തെരച്ചിൽ നടക്കുന്നത്? ഈ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ഇതിൽ ദൂരത്തേക്ക് പോകാൻ സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. ഈ ചെളിയിലേക്കാണ് വീണതെങ്കിൽ ഈ ഭാഗത്ത് തന്നെ കുട്ടി ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ എല്ലോ കേൾക്കാമെന്ന് കരുതുന്നു. അതായത് ഈ കുട്ടി രാവിലെ ചെളിയിലേക്ക് തന്നെയാണ് വീണത് എന്നാണ് മാതാവ് പറഞ്ഞത്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ആ രീതിയിലുള്ള ഒരു തിരച്ചിലിലേക്ക് തന്നെയാണ് ഇപ്പോഴും കേന്ദ്രീകരിക്കുന്നത്. ഈ കുട്ടി വീണതിന്റെ സമീപ പ്രദേശങ്ങളിലേക്കുള്ള ഒരു തിരച്ചിൽ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. കാരണം ചെളിയിലേക്ക് വീണു, അങ്ങനെയെങ്കിൽ ഇവിടേക്ക് ഒഴുകി പോകാൻ സാധ്യതയില്ല, ചെളിയിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകും. ഈ പുറത്തേക്ക് വരാൻ കഴിയാത്ത രീതിയിലേക്ക് ചെളിയിലേക്ക് പൂന്തിപ്പോയിട്ടുണ്ടാകും എന്നുള്ളൊരു നിഗമനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് വല വിരിച്ച് ഒരു തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. ഈ വലയിലേക്ക് തന്നെ കുടുങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വല വലിച്ചുകൊണ്ടുള്ളൊരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. പക്ഷേ മണിക്കൂറുകളായിട്ടുള്ളൊരു പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അത് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടുന്നില്ല. എന്തായാലും പുഴയുടെ ഒഴുക്ക് അത് ശക്തമായി തന്നെയുണ്ട്. ആ ഒരു ഒഴുക്കും തള്ളിക്കളയാൻ കഴിയില്ല. ഇനി ആ ഒരു ഒഴുക്കിന്റെ
ഒഴുക്ക് കാരണം ഫിദ ഒഴുകിപ്പോയിട്ടുണ്ടാകുമോ എന്നും ഉള്ളൊരു സാധ്യതയുണ്ട്. ആ രീതിയിൽ രണ്ട് രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനവും ഈ വിദഗ്ധരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എങ്കിൽ പോലും അടിയൊഴുക്കുള്ളതിൽ അവർക്കും ചെറിയൊരു പ്രതിസന്ധിയുണ്ട്, തിരിച്ചടിയുണ്ട്. അധികം ആഴത്തിലേക്ക് പോകാനൊന്നും കഴിയുന്നില്ല എന്നും രക്ഷാപ്രവർത്തകരും പറയുന്നുണ്ട്. എന്തായാലും സ്ക്യൂബ ഡൈവേഴ്സും ഫയർഫോഴ്സിന്റെ നീന്തൽ വിദഗ്ധരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ളൊരു രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്തായാലും നാട്ടുകാർ പറയുന്നത് കുറച്ചുകൂടി ഒരു ആളുകളെ ഇവിടെ എത്തിച്ച് അല്ലെങ്കിൽ മുങ്ങൽ വിദഗ്ധരെ എത്തിച്ച് കൂടുതൽ ശക്തമായിട്ട് അല്ലെങ്കിൽ ഒരു നിമിഷം ഇപ്പോൾ